പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ PPC മിഷൻ ഇപ്രകാരം വനിതാ വിങ്ങിൻ്റെ 10ാം വാർഷികത്തിൽ ഇപ്രകാരം അടിയനും കടന്നു വരുവാൻ ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യകരമായി എന്ന് പറയുമാറ് ഞാൻ ഇവിടെയുള്ള എല്ലാവർക്കും ഒരു പുതുമുഖമാണ്. ഇത് യഹോവയാൽ സംഭവിച്ചതാണ്, ഒന്നും നമ്മുടെ ഹിതമല്ല, എല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ഇങ്ങനെ വാത്സല്യ കർത്തൃദാസി എനിക്ക് മുമ്പേ ദൈവവചനം ആഴമായി സംസാരിച്ച ഓമന സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ കുന്നംകുളത്ത് ഒരു വനിതാ മീറ്റിംഗ് ഉണ്ട്, ഷീല സിസ്റ്റർ കടന്നു വരണമെന്ന് പറഞ്ഞു. വളരെ ആഗ്രഹത്തോടെ, നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യത്തോടുകൂടെ കടന്നു വരുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൻ്റെ സംഘാടകർ, ബോർഡ് മെമ്പേഴ്സ്, ഇതിൻ്റെ പ്രിയപ്പെട്ടവരൊന്നും എനിക്ക് കൂടുതലായിട്ട് ഹാർഡായിട്ട് അടുത്തറിയാൻ അറിയുന്നില്ല, എങ്കിലും കർത്താവിൽ അവരെല്ലാം ഞാൻ അറിയുന്നു. സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വേദിയിലായ സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, ദാസിമാർ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഞാനൊരു ചെറിയ കോറസ് പാട്ട് പാടിക്കൊണ്ട് എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൈവികാലോചന പറഞ്ഞ് വേഗത്തിലിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ, ബഹുദൂരം മുമ്പോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി, ബഹുദൂരം മുൻപോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി, തളർന്നോരോ നേരങ്ങളെല്ലാം തവകരങ്ങൾ ആശ്വാസമായി, തളർന്നോരോ നേരങ്ങളെല്ലാം തവകരങ്ങൾ ആശ്വാസമായി. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കളെല്ലാം ഒന്ന് ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. രാവിലെ 7 മണി മുതലാണെന്ന് തോന്നുന്നു ഈ സമയം വരെയും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ ആലയത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അനേക ദൈവദാസന്മാർ, ദൈവദാസിമാരെ, എന്നേക്കാൾ ശ്രേഷ്ഠരും തികവും കഴിവുമുള്ള ആ വചനത്തിൽ തികവും കഴിവുമുള്ള അനേക ശ്രേഷ്ഠരായ ഭൃത്യന്മാർ, ദൈവദാസിമാർ ഈ പുൽപ്പുറ്റിൽ നിന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം, അതേ ഹല്ലേലൂയ, വിളമ്പിത്തരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിച്ചുവല്ലോ. എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു തിരുവചനം വായിച്ചുകൊണ്ട് എന്നിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മിക വെളിപ്പാട് വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആഗ്രഹിക്കണം. അതിനാധാരമായി റോമാലേഖനം 12ാം അധ്യായം അതിൻ്റെ 13ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഉച്ചകഴിഞ്ഞ സമയത്തിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കർത്താവ് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നല്ലോ. അവിടുന്ന് തന്ന വചനത്തിനായി സ്തോത്രം. ഈ വചനത്തെ കർത്താവിൻ്റെ പൊന്നുകരത്തിലേക്ക് സ്തോത്രത്തോടുകൂടി സമർപ്പിക്കുന്നു. അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണം. അടിയനെ ദൈവത്തിൻ്റെ പൊന്നുകരത്തിലേക്ക് സമർപ്പിക്കുന്നു. തിരുവചനം അതിൻ്റെ ആധികാരികതയോടെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ തന്നെ പ്രസ്താവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിനെ ബലപ്പെടുത്തണം. കർത്താവെ, ക്രൂശിൻ്റെ മറവിൽ അടിനെ മറയ്ക്കണമേ. തൻ്റെ ജനത്തിന് ആവശ്യമായ ദൈവിക ആലോചന, ദൈവിക വെളിപ്പാടുകൾ പകർന്നു നൽകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. പൊന്നുനാമം ഇതിൻ്റെ മഹത്വം എടുക്കണം. അടിയനോ കുറയണം, അവിടുന്നോ വളരണം. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന യാചന കേട്ടിരിക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആ വാക്യം ഞാൻ ഒരു പ്രാവശ്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ,
പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. ആ 13ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഒരു വാക്യമാണ് ഹല്ലേലൂയ, ദൈവം എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മീക ദൂത്. അതേ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. ഹല്ലേലൂയ. ഈ 12ാം അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണ്. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് കൈമാറിയ ചില കാര്യങ്ങളാണ് ഇതിൽ ആഴമായി പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോഴാണെങ്കിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സല് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഹല്ലേലൂയ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ, അതെ, അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് കൈമാറിയ ചില കാര്യങ്ങളാണ് ആഴത്തിൽ. എന്താണ് ആ കാര്യങ്ങൾ? ഒന്ന്, നമ്മുടെ ആത്മാവിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ, മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ചിന്തയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെയാണ് പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ ഈ ദൈവസഭയ്ക്ക് വേണ്ടി ഇത് കൈമാറിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവജനമേ, എന്നിൽ ഈ ഭാഗത്തിൽ പറഞ്ഞ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം. ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്കില്ലാതെ പോകുന്ന വലിയൊരു കാര്യമാണ് സഹിഷ്ണുത. കഷ്ടത വരുമ്പോൾ അതേ ഹല്ലേലൂയ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് ഹല്ലേലൂയ ക്ഷീണിച്ചു പോകുന്ന, പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്ന, അല്ലെങ്കിൽ തളർന്നു പോകുന്ന ഒരു അനുഭവം ഹല്ലേലൂയ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ പൗലോസ് ലീഗ ഇപ്രകാരം ദൈവസഭയ്ക്ക് കൈമാറിയത്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. ഹല്ലേലൂയ. അതെ, ദൈവജന ഈ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് കഷ്ടത. കഷ്ടതയെക്കുറിച്ച് വളരെ ആഴമായി ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, കഷ്ടതയില്ല എന്ന് ഒരിക്കലും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. യേശു കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം, അതെ, നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. തീർന്നില്ല അവിടെ വാക്യം. തീർന്നില്ല അവിടെ വാക്യം. അവർ വാക്യം പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഒരു ക്രിസ്തീയ ജീവിതത്തിലെ തൻ്റെ ഭക്തന് കഷ്ടതയുണ്ട്. അതെ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പത്തുമെത്തയുടെ അനുഭവമല്ല. കഷ്ടതകളും സുഖദുഃഖങ്ങൾ അനുഭവം എല്ലാം മിശ്രിതമായിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് എന്നും കുന്നും കഷ്ടമാണോ? അല്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, പലപ്പോഴും ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, പിന്നത്തേതിലോ ഒരു സമൃദ്ധിയിലേക്ക് നമ്മളെ നടത്തി. അപ്പോൾ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ട്, അപ്പം തന്നെ ഒരു കഷ്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ സമൃദ്ധി മാത്രം, നമ്മൾ പോസിറ്റീവ് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ തലമുറകളെ ചൊല്ലിയാകട്ടെ, പ്രിയപ്പെട്ടവരെ ചൊല്ലിയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ധനത്തെ ചൊല്ലിയാവട്ടെ, നമ്മുടെ സമ്പത്തിനെ ചൊല്ലിയാകട്ടെ, ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ രോഗദുഃഖാദികളാകട്ടെ, ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ കഷ്ടതയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ അതിൻ്റെ മധ്യേക്ക് നാം ക്ഷീണിച്ചു പോകാതെ ഹല്ലേലൂയ നമ്മളവിടെ സഹിഷ്ണുത കാണിപ്പാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് പറയുകയാണെങ്കിൽ, താൻ സഭയ്ക്ക് കൈമാറി കഷ്ടതയെക്കുറിച്ച് ഏറ്റവും വലിയൊരു ഉപമ പറഞ്ഞു കൊടുത്തു. അതെ, കഷ്ടതയെക്കുറിച്ച്, അതെ, യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾക്ക് കണ്ടിരിക്കുന്നു. യോബിന് വരുത്തിയ സഹിഷ്ണുത നിങ്ങൾ വരുത്തിയിരിക്കുന്നു. അവൻ്റെ അവസാനം നിങ്ങൾ കണ്ടുമിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. കഷ്ടതയ്ക്ക് വെച്ച് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോബ്. യോബിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, തനിക്ക് എന്തെല്ലാം സമ്പത്തുകൾ ഉണ്ടായിരുന്നു, അല്ലേ? പുത്രസമ്പത്ത്, ധനസമ്പത്ത്, മൃഗസമ്പത്ത് എല്ലാം ഉണ്ടായ ആ യോബിൻ്റെ ജീവിതത്തിൽ പൊടുന്നനെ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, പുത്രന്മാർ നഷ്ടപ്പെട്ടു, അവൻ്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, തനിക്കുള്ളതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടിട്ട് താൻ ഒന്നുമല്ലാത്തവനായിരുന്നപ്പോൾ തൻ്റെ മാർവോട് ചേർന്ന തൻ്റെ ഭാര്യ വരെ പറഞ്ഞു, ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞ് മരിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. വെളിപ്പാട് പ്രാപിച്ച ഇയ്യോബ് നിന്ന് പറയുകയാണ്, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചാൽ ദൈവത്തിൽ
ലോകത്തിൽ നിന്ന് തിന്മയെ നമ്മൾ പ്രാപിക്കേണ്ടതല്ലയോ? വെളിപ്പാട് പ്രാപിച്ച യോബ് ഹല്ലേലൂയ ആ ഘട്ടത്തിൽ കൂടെ സഹിഷ്ണുത കാണിച്ചത് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ വിശുദ്ധ വേദ പുസ്തകത്തിലെ സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോബ്. എന്നാൽ അതിൻ്റെ 19-ാം അധ്യായത്തിലേക്ക് താൻ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഞാൻ കമ്പി വാക്യത്തിൽ എനിക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് കമ്പി ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇനിയും കടന്നു വരുമല്ലോ. ഹല്ലേലൂയ. കമ്പി വാചകത്തിൽ ഇപ്രകാരം താൻ ഒരു പ്രഖ്യാപനം പറയുന്നു: എന്നെ വീണ്ടെടുക്കുന്നവൻ പൊടിമേൽ ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നുവെന്നും. ഹല്ലേലൂയ. തൻ്റെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അവിടെ ഉണ്ടായത്. ഹല്ലേലൂയ. സാത്താൻ അവിടെ തോറ്റുപോവുകയാണ് ഉണ്ടായത്. ഹല്ലേലൂയ. പലപ്പോഴും എന്നെ കേൾക്കുന്ന ദൈവമേ, ദൈവജനമേ, യോബ് അവിടെ വളരെ ശക്തമായൊരു പ്രഖ്യാപനം അവിടെ നടന്നു. യോബിൻ്റെ വിടുതൽ. ഹല്ലേലൂയ. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് തന്നെ. ദൈവജനമേ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുകയാണെങ്കിൽ നിൻ്റെ നന്മ, നീ അനുഭവിക്കേണ്ട നന്മകൾ, നീ അനുഭവിക്കേണ്ട മഹിമകളെല്ലാം നിൻ്റെ കണ്ണ് തന്നെ അത് കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതെ, അതിന് വരെ എന്ത് വേണം? ശത്രുവിന് ഇടം കൊടുപ്പം. അവൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾക്കറിയാത്തവരല്ലല്ലോ. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ എപ്പോഴും അറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അവൻ്റെ തന്ത്രങ്ങൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, രോഗദുഃഖാദികൾ കടന്നു വരുമ്പോൾ പിറുപിറുക്കാതെ, ഞാൻ ഇത്ര നാളൊക്കെ ആരാധിച്ചിട്ട് എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായത്, ഇത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായേ എന്നും പറഞ്ഞ് ആരാധനയ്ക്ക് കടന്നു വരാതെ പിറുപിറുപ്പിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പുറകോട്ട് പറയുകയാണെങ്കിൽ ശത്രു മുതലെടുക്കും, തകർന്നു പോകാനിടയാം. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവെന്ന് സന്ധ്യാസമയത്ത് ദൈവജനത്തോട് ബുദ്ധി ഉപദേശിച്ച് ആഴത്തുനിന്ന് വിളിച്ചു പറയുകയാണ്. യോബിൻ്റെ പോലെ നമ്മളായിരിക്കുന്ന കഷ്ടതയുടെ മധ്യത്തിലെ സഹിഷ്ണുതയോടെ ദൈവപാദത്തിലിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അതിൻ്റെ മഹത്വത്തോടുകൂടെ ഒരു മറുപടിയായി കടന്നു വരുന്ന ഒരു വലിയ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവെന്ന് ആഴത്തിൽ ഹല്ലേലൂയ ആലോചന വിളിച്ചു വരികയാണ്. അതാണ് യേശു കർത്താവ് നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്, അല്ലേ? യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അതെ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് ആരാണെന്ന്. നാം പിൻപറ്റുന്ന കർത്താവിനെ കുറിച്ച് ഒരു വാക്ക് പറയണം. ഹല്ലേലൂയ. അത് കർത്താതി കർത്താവും രാജാതിരാജാവും, ആ ഹല്ലേലൂയ, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവ്, ഉന്നതനും അതിൻ്റെ മീത് ഉന്നതനും അത്യുന്നതനുമായ കർത്താവ്. ഹല്ലേലൂയ. തീർന്നിട്ടില്ല. ഹല്ലേലൂയ. അത്രത്തോളം ഉന്നതനായിരിക്കുന്ന ഒരു കർത്താവിനെ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർ പോലെ ആ ഒരു ഉപവിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല, ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന, ഉത്തരമരുളുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഈ കഷ്ടത ലോകത്തിൽ, അതെ, അല്പനേരത്തേക്കുള്ള കഷ്ടതകൾ നിങ്ങൾക്കതിൽ ലഘുനേരത്തേക്കുള്ളതാണെന്നാണ് പറഞ്ഞത്. ഈ ലഘുനേരത്തേക്കുള്ള കഷ്ടത നമ്മളത് ടൈം പോലെ പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ കഷ്ടത മതി പിറുപിറുക്കാതെ, അതിൻ്റെ പിശാചിന് ഇടം കൊടുക്കാതെ, നമ്മൾ ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, ആ കഷ്ടതയിൽ സഹിഷ്ണുതയോടെ കാത്തിരിക്കുമ്പോൾ യോബിന് വന്ന ആ പിൻകാല അനുഭവം എന്താണ്? തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തനിക്ക് മടക്കി നൽകി. യോബിൻ്റെ പിൻകാലത്തേക്കാൾ ഏറ്റവും അനുഗ്രഹിച്ചു. അവൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം അവന് ഇരട്ടിയായി പകരം ദൈവം നൽകി. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ കർത്താവിൻ്റെ നാമത്തെ പ്രതി എന്തെല്ലാം നിനക്ക് കഷ്ടത സഹിക്കേണ്ടി വന്നോ, എന്തെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടോ, എന്തെല്ലാം നമുക്ക് ഹല്ലേലൂയ നിന്ദകൾ, പ്രയാസങ്ങൾ, ഒറ്റപ്പെടലുകൾ ഒക്കെ കർത്താവിൻ്റെ നാമത്തിലുണ്ട്. ദൈവസമയത്തിൻ്റെ പരിധി കൊണ്ട് എനിക്ക് അവിടെ പരിശുദ്ധാത്മാവ് ആഴമേറിയ വെളിപ്പാടിലേക്ക് എന്നെ നടത്തിയാണ്. ഞാൻ അവിടെയൊക്കെ ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, ഹല്ലേലൂയ, യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ അവരെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ നിലവിളികളെ നമ്മളെ അറിയുന്ന വലിയവനായ ദൈവം, ഹല്ലേലൂയ, മോശ മുഖാന്തരം യഹോവയായ ദൈവം പറഞ്ഞു, ഞാനാകുന്നു, എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്രകാരം ജനത്തെ വിട്ടയപ്പാൻ പറഞ്ഞു. ദൈവം തൻ്റെ ജനത്തെ ചില അത്ഭുതങ്ങളാലൊക്കെ കൊണ്ടുവന്നു. എന്നാൽ ഹല്ലേലൂയ, ഒരു ചെങ്കടല മധ്യത്തിൽ വന്നപ്പോൾ ഇതാ പിമ്പിൽ ഫറവോനും കൂട്ടരും, മുമ്പിലിതാ മല പോലുള്ള ചെങ്കടൽ. ഇത് കണ്ട മോശ, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ തോന്നി, ഞാൻ വലിയ എക്സ്പെൻറ്റേഷനിലേക്ക് പോകുന്നില്ല. ഇത് കണ്ട മോശ നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മോശേ, നീ എന്തിന് നിലവിളിക്കുന്നു? മുൻപോട്ട് പോക. മോശയോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്, മുൻപോട്ട് പോക. എവിടേക്ക് പോക?
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ വിളിച്ചു പറയുകയാണ്. ആരോടാണെന്ന് എനിക്കറിയില്ല. മുമ്പോട്ട് പോകുക. പ്രതികൂലങ്ങളെ കണ്ട്, പ്രതിസന്ധികളെ കണ്ട്, ഹല്ലേലൂയ, ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ദൈവജനമേ, മുമ്പോട്ട് പോക. എവിടേക്ക് പോകാനാണ് കർത്താവ് പറഞ്ഞത്? നിന്റെ പ്രതികൂലത്തിൻ്റെ അകത്തേക്ക്. അതേ പ്രതികൂലത്തിൻ്റെ അകത്തേക്ക് നിന്നോട് നടക്കാനാണ് പറയുന്നത്. അതേ ചെങ്കടലിനെ ഹല്ലേലൂയ കാല് വെച്ചപ്പോൾ ആ ചെങ്കടൽ രണ്ടായി, ഒരു ഉണങ്ങിയ നിലമായി തൻ്റെ ജനത്തിനെ കടപ്പാൻ തക്കുന്നൊരു അത്ഭുതങ്ങളുടെ വഴി തുറന്ന ദൈവം. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ മധ്യത്തിലെ, പ്രതിസന്ധികളുടെ മധ്യത്തിലെ, ഭാരങ്ങളുടെ, രോഗങ്ങളുടെ മധ്യത്തിലെ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആഴത്തിൽ വിളിച്ചു പറയുകയാണ്, മുന്നോട്ട് പോ. പ്രതികൂലത്തിൻ്റെ മധ്യത്തെ കണ്ട് ഭയപ്പെടാതെ, ചഞ്ചലിക്കാതെ, അതിൻ്റെ അകത്തേക്ക് വിശ്വാസത്തോടെ നടപ്പാൻ സ്വർഗത്തിലെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. കേൾപ്പിച്ച വചനപ്രകാരം അതെ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. യോബ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സഹിഷ്ണുതയ്ക്ക്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക്, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികൾ, രോഗങ്ങളുടെ, ദുഃഖാദികളുടെ മധ്യത്തിൽ മടുത്തു പോകാതെ, പിറുപിറുക്കാതെ, ക്ഷീണിക്കാതെ, അത് യോബിനെ പോലെ വലിയൊരു വെളിപ്പാട് പ്രാപിച്ച് നമ്മളെല്ലാവരും വലിയൊരു വെളിപ്പാട് പ്രാപിക്കണം, ദർശനങ്ങൾ പ്രാപിക്കണം. നമ്മളെല്ലാം ദർശനങ്ങൾ പ്രാപിച്ച് വെളിപ്പാട് പ്രാപിച്ച് ക്ഷീണിച്ചു പോകാതെ കർത്താവിൻ്റെ പാതപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ, അതേ ചെങ്കടലിനെ വിഭാഗിച്ച് ഉണങ്ങിയ നിലമാക്കി അത്ഭുത വഴിയിൽ നടത്തിയ ദൈവം നിങ്ങളെയും അത്ഭുത വഴിയിലൂടെ നടത്തുവാൻ ശക്തനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിക്ഷിപ്തമായിരിക്കുന്ന വചനങ്ങളെ ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. കേൾപ്പിച്ച എല്ലാ ദൈവിക ആലോചനാൽ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഇപ്രകാരം എനിക്കൊരു വേദി തന്ന ഇതിൻ്റെ സംഘാടകർ വാത്സല്യ, പ്രിയ ബ്രദർ, ആൻറ്റി, എല്ലാ ബോർഡ് മെമ്പേഴ്സിനോടുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിരിക്കുന്നു.